നമസ്കാരം. എൻ്റെ പേര് സിമ്പിൾ. ഞാനൊരു ലൈഫ് കോച്ചും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമാണ്. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. നിങ്ങൾ പലപ്പോഴും ഈ വാക്ക് കേട്ടിട്ടുണ്ടാവുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം, സമാധാനം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട്, കാറ്, പല മെറ്റീരിയൽ കംഫർട്ട്സ്, അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവുന്നത്. ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്ക് എന്തൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് നമുക്കിത് വേണ്ടി വരുന്നത്, അതെങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ടേം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നമ്മളുടെ ലൈഫ് കൂടുതൽ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ നമ്മളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കി മാറ്റാനായിട്ട് എങ്ങനെ പ്രാക്ടിക്കലി നമുക്കിത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലാണ് നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്ത് പല ക്ലയൻസും വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ അവരുടെയൊക്കെ ഹിസ്റ്ററി എടുക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റോറി എടുക്കാറുണ്ട്. അപ്പോൾ ആ സ്റ്റോറി പറയുമ്പോൾ അവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യും. അതായത് അവരെന്ത് ജോലി ചെയ്യുന്നു, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, അവരുടെ ഹെൽത്ത് എങ്ങനെയാണ്, അതായത് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, ദെൻ അവരുടെ വെൽത്ത്, അവരാഗ്രഹിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വെൽത്ത് അവർക്കുണ്ടോ, ദെൻ അവരുടെ റിലേഷൻഷിപ്പ്, അവർക്ക് അവരെ ഇഷ്ടമാണോ, അവരുടെ മറ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ടോക്സിക് റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ അവരൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണോ, ദെൻ അവർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ ലൈഫിലെ എല്ലാ ഏരിയയും നമ്മൾ എടുത്തിട്ട് അവർ ഏതൊക്കെ ഏരിയയിൽ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നു, ഏതൊക്കെ ഏരിയയിൽ അവർ ഫെയിലിയർ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. സോ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഏരിയയിൽ നമ്മൾ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇനി ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന ചില ഏരിയ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്ന ഒരു ജോലി അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഓരോ ആളുകളും. അപ്പോൾ ചില കാര്യങ്ങൾ അവർ സക്സസ്ഫുൾ ആയിരിക്കും, എന്നാൽ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൻ്റെ ആവശ്യകത വരുന്നത്. കാരണം നമ്മൾ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ചില ഏരിയ ഉണ്ടായിരിക്കും, ആ ഏരിയയിലായിരിക്കും നമുക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ചിലപ്പോൾ ഒട്ടും എന്തോരം പഠിച്ചിട്ടുണ്ടെങ്കിലും ജോലി ഇല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തതായിരിക്കാം, ചിലപ്പോൾ നല്ല ബന്ധങ്ങളില്ലാത്തതായിരിക്കാം, ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഞാനത്ര പോരാ, എൻ്റെ ലൈഫ് മെച്ചപ്പെടുന്നില്ല, ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെയൊക്കെ തന്നെയാണ്, എൻ്റെ വിധി ഇങ്ങനെയാണ്, അങ്ങനെ ചില ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ തോട്ട്സ് അല്ലെങ്കിൽ ഇവർ നെഗറ്റീവായിട്ട് നിൽക്കുന്ന, ഫെയിലിയർ ആയിട്ട് നിൽക്കുന്ന ആ ഏരിയയിൽ എന്തുകൊണ്ട് അവരങ്ങനെയായി, അതിൻ്റെ റൂട്ട് കോസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മളൊരു പ്രശ്നത്തിനെ വെറുതെ തൽക്കാലമായിട്ടൊരു ആശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് 2-3 ദിവസത്തേക്ക് അവർക്ക് ചിലപ്പോൾ സന്തോഷം കിട്ടിയിരിക്കും, പക്ഷെ വീണ്ടും അവർ ആ ഒരു ഇഷ്യൂ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ നമ്മൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് അതിനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. സോ നമ്മളുടെ ഈ ഒരു റൂട്ട് എവിടെയായിരിക്കും കിടക്കുന്നത്? നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് പാറ്റേൺസ്, ഈ ഒരു തോട്ട് പ്രോസസ്സൊക്കെ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മൾ ക്ലയൻറ്റിൻ്റെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എടുക്കുന്നത്. അതായത് ഒരു 12 വയസ്സിൽ താഴെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്തിനാണ് നമ്മൾ അവരുടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചികഞ്ഞെടുക്കുന്നത്? ഇപ്പോഴല്ലേ അവർക്ക് പ്രശ്നമുള്ളത്, പിന്നെ എന്തിനാണ് പഴയ കാര്യങ്ങൾ എടുക്കുന്നത്? നമുക്ക് ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ചില ഏരിയയിൽ പരാജയപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള നമ്മളുടെ ചിലപ്പോൾ തോട്ട് പ്രോസസ്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ പ്രവൃത്തികളായിരിക്കാം അതിൻ്റെ ഒരു സക്സസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു തോട്ട് പാറ്റേൺ അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയത് അത് അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എടുക്കുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിലാണ് ഒരു വ്യക്തിയുടെ കണ്ടീഷനിങ് നടക്കുന്നത്. കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള ഒരു രൂപരേഖ, അതായത് നല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ചുറ്റുപാടും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള നല്ല സഹകരണ മനോഭാവമുള്ള ആളുകളെ കണ്ടാണ് നമ്മൾ വളരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അത് മോഡൽ ചെയ്തിട്ട് നമ്മൾ അതുപോലെ ആയിരിക്കും. എന്നാൽ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാത്ത ചില അൺഹെൽത്തി അല്ലെങ്കിൽ ടോക്സിക് റിലേഷൻഷിപ്പാണ് നമ്മളുടെ ചുറ്റുപാടും ഉള്ളതെങ്കിൽ നമ്മൾക്കും അതിൻ്റെ കുറേ സംഭവങ്ങൾ നമ്മളുടെ ഒരു സ്വഭാവത്തിലും ഉണ്ടായിരിക്കും. അതായത് ഒരു വ്യക്തി ജനിക്കുമ്പോൾ, അതായത് അവർ കൺസീവ് ചെയ്ത്
ഒരു 8 അല്ലെങ്കിൽ 9 വയസ്സ് വരെ, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 12 വയസ്സ് വരെ എന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് കണ്ടീഷനിങ് നടക്കുന്നത്. ഈ കണ്ടീഷനിങ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മളുടെ ഏറ്റവും കൂടുതൽ നമ്മളോട് അടുത്തിടപഴകുന്ന ആളുകൾ, അത് ആരൊക്കെയാണ്? നമ്മളുടെ പാരൻസ് വരും അല്ലേ, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് വരും, നമ്മളുടെ റിലേറ്റീവ്സ് വരും, നമ്മുടെ ചുറ്റുപാടുമുള്ള അയൽവക്കക്കാർ വരും. ഇനി എന്തിനു പറയുന്നു, നമ്മൾ കാണുന്ന കാർട്ടൂൺ അത് ഭയങ്കര ക്രിമിനൽ സ്വഭാവമുള്ളതാണോ അല്ലെങ്കിൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളതാണോ? പലതരത്തിലുള്ള കാർട്ടൂണുകളൊക്കെ നമ്മൾ കാണാറില്ലേ? അതുപോലെ തന്നെ സിനിമ കാണാറുണ്ട്. അപ്പൊ സിനിമയിലെ കഥാപാത്രങ്ങൾ, അതായത് പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഒരു കുട്ടി എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത്, കണ്ട് കേട്ട് അനുഭവിച്ച് പഞ്ചേന്ദ്രിയങ്ങൾ വഴി എന്തെല്ലാം കാര്യങ്ങൾ ഇൻപുട്ടായിട്ട് പോകുന്നുണ്ട്, ഇതെല്ലാനും ആ കുട്ടീനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അറ്റ്മോസ്ഫിയറിൽ വളർന്ന കുട്ടികൾ ഉണ്ടായിരിക്കും, വളരെ മോശമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വളർന്നിട്ടുള്ള കുട്ടികൾ ഉണ്ടായിരിക്കും. ഇനി ഇവരുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരേ അറ്റ്മോസ്ഫിയറിൽ വളർന്നിട്ടുള്ള കുട്ടികൾ തന്നെ 2 സ്വഭാവം കാണിക്കാറുണ്ട്. ചില കുട്ടികൾ, ഇപ്പോൾ അച്ഛൻ ഭയങ്കര കുടിയനാണ്, അത് ടിൻസ് ആണെന്ന് വിചാരിക്കും ഈ കുട്ടികൾ. ഒരാൾ വിചാരിക്കുന്നത് അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യാം, അച്ഛന്മാരായാലും ഇങ്ങനെയാണ്, ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാം എന്ന് വിചാരിക്കും. എന്നാൽ മറ്റേ കുട്ടി മനസ്സിലാക്കുന്നത് ഇത് വളരെ മോശമാണ്, എനിക്ക് എന്തായാലും ഇങ്ങനത്തെ വേണ്ട, ഞാൻ വലുതാവുമ്പോൾ എന്തായാലും കുടിക്കില്ല. അപ്പോൾ നമ്മൾ കണ്ടും കേട്ടും വളരുന്നത് നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, നമ്മൾ അതിനെ എങ്ങനെയാണ് എടുക്കുന്നത്. കാരണം ഒരേ സാഹചര്യത്തിൽ വളർന്ന 2 വ്യക്തികൾ 2 തരത്തിലാകാറുണ്ട്, ഒരുപോലെ ആവാറില്ല. അപ്പോൾ ആ കുട്ടി വളരുന്ന സാഹചര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പം നമ്മളുടെ അടുത്ത് ഒരു ക്ലയൻറ്റ് വരുന്ന സമയത്ത് അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയൊക്കെ നമ്മൾ എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇവരെങ്ങനെയാണ് വളർന്നത്. ഇപ്പോൾ ഇവർ പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു ഏരിയ, ഇപ്പം ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തൊരു കുട്ടിയാണ് നമ്മളുടെ അടുത്ത് വന്നത്, ഒരു വലിയ ഒരാളാണ് നമ്മളുടെ അടുത്ത് വന്നതെങ്കിൽ നമ്മൾ അവരുടെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്, ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും നല്ല ജോലിയുള്ളവരാണ്, പക്ഷേ ഈ കുട്ടീനെ അച്ഛനും അമ്മയുടെയും ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മറ്റ് പലരുടെയും കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യും. കാരണം അവർക്ക് ആ കഴിവുണ്ട്, ഈ കഴിവുണ്ട്, ക്ലാസ്സിൽ ഫസ്റ്റ് ആണ്, ഫുൾ A+ ആണ്, അങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ പാരൻസ് ഈ കുട്ടീനെ എപ്പോഴും കമ്പയർ ചെയ്യും. അതായത് സമൂഹത്തിന്റെ മുന്നിൽ അവർക്ക് ഭയങ്കര ഒരു സ്റ്റാറ്റസ് സിമ്പൽ പോലെയാണ് ഈ കുട്ടീനെ വളർത്തിക്കൊണ്ടുവരുന്നത്. വലുതാകുമ്പോൾ എന്തായാലും ഡോക്ടർ ആവണം എന്നൊക്കെ ഇപ്പോഴേ പറഞ്ഞു വെക്കില്ല, അങ്ങനത്തെ രീതിയിലാണ് വളർത്തിയിട്ടുള്ളത്. അപ്പൊ ഈ കുട്ടിയുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇതിന് താല്പര്യങ്ങൾ വേറെ ഫീൽഡിലാണ് കിടക്കുന്നത്. പക്ഷെ പാരൻസ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഓഫീസിലുള്ള പലരുമായിട്ട് കമ്പയർ ചെയ്യുന്നു, സമൂഹത്തിലുള്ള പല കാര്യങ്ങളും ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവരുടെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് വന്നില്ലെങ്കിൽ അപ്പൊ തന്നെ ഈ കുട്ടീനെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചെറുപ്പത്തിലേ തുടങ്ങി ഈ കുട്ടി കേൾക്കുന്നത് ക്രിട്ടിസിസമാണ് കേൾക്കുന്നത്, ഒരു അപ്രീസിയേഷൻ ഈ കുട്ടിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇത് മനസ്സിൽ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ അത്ര പോരാ, എന്നൊന്നിനും കൊള്ളില്ല, എനിക്ക് കഴിവില്ല. അപ്പോൾ ചെറുപ്പത്തിലേ തുടങ്ങി ഇത് ഇങ്ങനെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ ഒരു 12 വയസ്സ് വരെയുള്ള ഒരു സമയം എന്ന് പറയുമ്പോൾ അതിന്റെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് ഇതെല്ലാം പോകുന്നത്. നമ്മളുടെ മനസ്സെടുക്കുകയാണെങ്കിൽ നമുക്കൊന്ന് കോൺഷ്യസ് മൈൻഡ്, മറ്റേത് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള രീതിയിൽ മനസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതാണ് പവർഫുൾ ആയിട്ടുള്ളത്. ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്താണോ പോകുന്നത്, നമ്മളുടെ തോട്ട്സും പല പല കാര്യങ്ങളും ഉള്ളിലേക്ക് പോകുമല്ലോ, അത് അവിടെ പെർമനന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അത് വെച്ചിട്ടായിരിക്കും നമ്മളുടെ തോട്ട് പ്രോസസ് ഒക്കെ വരുന്നത്. പെട്ടെന്നൊരു സാഹചര്യമൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം, നമ്മൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മളുടെ ഉള്ളിൽ ആ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ കമ്പ്യൂട്ടറൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയറിനനുസരിച്ചിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് വൈറസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആന്റിവൈറസ് കയറ്റും. അതുപോലെയാണ് നമ്മൾ വളർന്ന സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് നല്ല തോട്ട് പാറ്റേൺ ഉണ്ടായിരിക്കും, മോശമായ ലിമിറ്റിംഗ് ബിലീഫ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ലിമിറ്റിംഗ് ബിലീഫിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള വൈറസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആന്റിവൈറസ് കയറ്റിയിട്ടാണല്ലോ ഇതൊക്കെ കളയുന്നത്. അതുപോലെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളുടെ ഒരു ചെറിയ പ്രായത്തിൽ നമ്മളുടെ മനസ്സിന്റെ കണ്ടീഷനിങ് കഴിഞ്ഞു, പ്രോഗ്രാമിങ് കഴിഞ്ഞു. ലൈഫ് ഇങ്ങനെയാണ്, ബന്ധങ്ങൾ ഇങ്ങനെയാണ്, പണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ലൈഫിലെ എല്ലാ ഏരിയയെ കുറിച്ചിട്ടും നമുക്കൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അതാണ് ആ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഇത് വലുതായി കഴിയുമ്പോഴാണല്ലോ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ പല പല പ്രശ്നങ്ങളും വരുന്നത്. അപ്പൊ ഈ പ്രോഗ്രാമിങ്ങിൽ എറർ ഉണ്ട്. അതായത് ചില ഏരിയയിൽ നമ്മൾ ഫെയിലിയർ ആകുന്നു. ആ ഫെയിലിയർ ആകുന്നതിനെയാണ് നമ്മൾ വൈറസ് എന്ന് പറയുന്നത്. ഇതിനെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റിവൈറസ് കയറ്റുന്നത് കമ്പ്യൂട്ടറിൽ. ഇവിടെ നമ്മളുടെ മനസ്സ് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ശരിയാക്കാനുള്ള ആന്റിവൈറസ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നതിനെ നമ്മൾ വീണ്ടും പ്രോഗ്രാം ചെയ്യുന്നു, റീപ്രോഗ്രാമിങ്.
അതായത് നമ്മൾ ചെയ്തു വെച്ച കാര്യത്തിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്, ആ മിസ്റ്റേക്സിനെ കളഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് ആക്കുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ പ്രോഗ്രാം ചെയ്യാണ്, അപ്പോൾ ഒരു രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് പിന്നീട് തോന്നിയാണ് ആഡ് ചെയ്യുന്നത് മാത്രം പോരാ, നമുക്ക് മൈനസ് ചെയ്യണം, നമുക്ക് ഇൻറ്റു ചെയ്യണം, ഡിവിഷൻ ചെയ്യണം എന്നൊക്കെ തോന്നിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഗ്രാം എടുക്കും, ആ പ്രോഗ്രാമിൽ നമ്മൾക്ക് എന്താണോ വേണ്ടത് അതും കൂടി ആഡ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കും. ഇനി ചില കാര്യങ്ങൾ അതിൽ എറർ ആണെങ്കിൽ ആ എററിനെ നമ്മൾ കളയും. അപ്പോൾ നമ്മളുടെ മനസ്സ് രൂപപ്പെട്ട് കഴിഞ്ഞു 12 വയസ്സിനുള്ളിൽ, അല്ലെങ്കിൽ 8-9 വയസ്സെന്നാണ് നമ്മൾ പറയുന്നത്, എന്നാലും മാക്സിമം ഞാൻ പറഞ്ഞതാണ് 12 വയസ്സ് വരെ എന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. ആ പ്രോഗ്രാമിങ്ങിൽ എന്തെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പം നമ്മൾ വലുതായി കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ് എനിക്ക് ഇങ്ങനെ വേണ്ട, എനിക്ക് കുറച്ചും കൂടിയും കാര്യങ്ങൾ വേണം, എൻ്റെ ലൈഫിൽ ചില കാര്യങ്ങൾ ഓക്കെ അല്ല, ചില കാര്യങ്ങൾ ഓക്കെയാണ്, ഓക്കെ അല്ലാത്ത സാധനങ്ങൾ എനിക്ക് വേണ്ട, അതിന് പകരം എനിക്ക് ഇന്ന ആഗ്രഹങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നൊരു രീതിയാണ് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്. ഒന്നുകൂടി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന ഒരാൾ, മുതിർന്ന ഒരാൾ, അയാൾക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല, അയാൾക്ക് അയാളെ തന്നെ ഇഷ്ടമല്ല, ലൈഫിൽ അത്ര പോരാ, ഞാൻ ഭയങ്കര ഒരു ഫെയിലിയർ ആണെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ ആ വ്യക്തിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്തായാലും ആ വ്യക്തിയുടെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി നമ്മൾ എടുക്കും. അപ്പോൾ ചെറുപ്പത്തിലേ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ അയാളുടെ ചുറ്റുപാടുള്ള ആളുകൾ അയാളെ കളിയാക്കുന്നു, അയാൾക്ക് ഹൈറ്റ് കുറവാണെന്നോ അല്ലെങ്കിൽ കളർ കുറവാണെന്നോ അല്ലെങ്കിൽ നല്ല വീട്ടിലല്ല ജനിച്ചതെന്നോ ബുദ്ധിയില്ലെന്നോ മണ്ടനാണ് പൊട്ടനാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരാണ്. എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കമ്പാരിസൺ ചെയ്യുന്നു. ചിലപ്പോൾ ഈ കുട്ടിക്ക് വേറെ പല കഴിവുകളും ഉണ്ടായിരിക്കും, നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു കുട്ടിയായിരുന്നിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കഴിവിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ അവരുടെ പാരൻസ് അതിനെ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്തൊരു പാരൻസ് ആണെന്ന് വിചാരിക്കും. പകരം പാരൻസ് അടുത്ത വീട്ടിലെ കുട്ടിയായിട്ട് നിന്നെന്തിനു കൊള്ളാം, നീ അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്നതാണെങ്കിൽ ഈ കുട്ടി അറിവില്ലാത്തത് കൊണ്ട്, ചെറുപ്പത്തിലെ അറിവില്ലാത്തത് കൊണ്ട് ആ കുട്ടി വിചാരിക്കുന്നത് എന്താണ്, എനിക്കൊട്ടും കഴിവില്ല, ഞാനത്ര പോരാ, മറ്റുള്ള കുട്ടികളൊക്കെ ഭയങ്കര നല്ല കഴിവുള്ള നല്ല കുട്ടികളാണ്, ഞാൻ മാത്രമാണ് പോരാത്തതെന്ന് ഇത് ചിന്തിക്കുകയാണ്. ഇത് ചിന്തിക്കുമ്പോൾ ആ സമയത്തെന്ന് പറയുന്നത് ഈ കുട്ടിയുടെ പ്രോഗ്രാമിങ് നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പ്രോഗ്രാം ചെയ്തു വച്ചേക്കുന്നത് എങ്ങനെയാണ്, ഞാൻ അത്രയ്ക്ക് നല്ലതല്ല, എനിക്ക് ഭയങ്കര മിസ്റ്റേക്സ് ഉണ്ട്, മറ്റുള്ള കുട്ടികളെക്കാൾ ഏറ്റവും താഴ്ന്നാണ് ഞാൻ നിൽക്കുന്നത്, എനിക്ക് ഒരു കഴിവുമില്ല, ഞാൻ ഒന്നിനെയും കൊള്ളാത്തതാണ്, ഞാൻ ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നതാണെന്നൊക്കെ ആയിരിക്കും ആ പ്രോഗ്രാമിൽ കിടക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം അനുസരിച്ചിട്ടാണ്, കാരണം ഈ പ്രോഗ്രാമൊക്കെ വളരെ ചെറിയ പ്രായമായതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത് അതുപോലെ ആയിരിക്കും ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ കുട്ടി ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത്ര ഉള്ളിലോട്ട് പോയിട്ടുള്ള മെസ്സേജ് എന്താണ്, ഞാനത്ര പോരാ എന്നുള്ളൊരു സാധനമാണ്. എന്നൊന്നിനും കൊള്ളില്ല, അങ്ങനത്തെ രീതിയിലാണ്, എനിക്ക് എന്നെ ഇഷ്ടമല്ല, നമുക്കേ നമ്മളെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വേറെ ആരൊക്കെയാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിംഗ് ആയതുകൊണ്ടാണ് ഈ കുട്ടി വലുതാകുമ്പോഴും ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ലൈഫിൽ വലുതാകുമ്പോഴും പല റിസൾട്ടിലോട്ട് നോക്കുകയാണെങ്കിലും ആ ഒരു ഏരിയയിൽ വളരെ മോശമായിട്ടായിരിക്കും. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തി, കുറേ ആളുകൾ കൂടുമ്പോൾ സ്വന്തമായിട്ട് പരിചയപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൽ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അത് സംസാരിക്കാനോ ഒക്കെ പേടിയായിരിക്കും. എല്ലാ ഏരിയയിലും ആ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ഇങ്ങനെയാണ്, ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കും? അപ്പോൾ ഈ വ്യക്തി, മുതിർന്ന ഈ ഒരു വ്യക്തി മനസ്സിലാക്കേണ്ട സാധനം, എൻ്റെ ലൈഫിൽ എനിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഈ ഒരു ഏരിയയിലാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത്. എന്തുകൊണ്ടാണ് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാതെ വന്നത്? അത് എൻ്റെ ചെറുപ്പത്തിലേ കിട്ടിയിട്ടുള്ള എൻ്റെ മെസ്സേജാണ്. എൻ്റെ ചുറ്റുപാടും നിന്ന ആളുകൾ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ എന്തോ പറഞ്ഞു, ഞാനത് വിശ്വസിച്ചു, ഞാനത് റിപ്പീറ്റ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി. എനിക്ക് ഇത് എൻ്റെ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്യില്ല. സോ കോൺഫിഡൻസ് ഇല്ലാതിരുന്നിട്ട് കാര്യമില്ല, എനിക്ക് ഈ ഒരു സ്വഭാവം മാറ്റണം, എൻ്റെ ലൈഫിൽ എനിക്ക് കോൺഫിഡൻസ് വേണം. അപ്പോൾ ഈ ഒരു വ്യക്തി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നത് എന്താണ്? ഈ വ്യക്തി ലൈഫിൽ എല്ലാ ഏരിയ എടുക്കും, നമ്മൾ മനസ്സിലാവാൻ ഒരു ഏരിയ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതായത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രശ്നം എന്താണ്? ആ വ്യക്തിയുടെ കോൺഫിഡൻസ് ഇല്ല. ഇനി അയാൾക്ക് വേണ്ടത് എന്താണ്? നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. ഇനി ഈ വ്യക്തി എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാതെ വന്നത്? അതിനാണ് നമ്മൾ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എടുത്തത്. അതായത് അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, പണ്ടുണ്ടായ കാര്യങ്ങളും ഇതൊക്കെ ആ റൂട്ട് കോസ് എന്താണെന്ന് ആ വ്യക്തിനെ നമ്മൾ ബോധ്യപ്പെടുത്തി. ഇനി പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത് കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിലാണ്, കോൺഫിഡൻസ് ഉള്ള വ്യക്തിയാക്കി മാറ്റണം. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് ടൂൾസും ടെക്നിക്കും ഒക്കെ വേണം. കാരണം മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള ടൂൾസും ടെക്നിക്കും നമുക്ക് ആവശ്യമാണ്. അത് വെച്ചിട്ട് നമ്മൾ കോൺഫിഡൻസ് ഇല്ല എന്നുള്ളൊരു പ്രോഗ്രാമിന് എന്ത് വേണം? അത് കളഞ്ഞിട്ട് പകരം
കോൺഫിഡൻസ് കിട്ടുന്ന തരത്തിലുള്ള പ്രോഗ്രാം ഇയാൾക്ക് കൊടുക്കണം. അപ്പോൾ പ്രോഗ്രാം ചെയ്തതിന് നമ്മൾ രണ്ടാമത് പ്രോഗ്രാം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അതിനെ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിന് യൂസ് ചെയ്യുന്ന ടൂൾസും ടെക്നിക്കും എന്തൊക്കെയാണെന്നുള്ളത് അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടൂൾസും ടെക്നിക്കും എന്ന് പറയുന്നത് ഒരുപാടുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമ്മളിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് സ്വയം ചെയ്യാൻ പറ്റുന്ന ടൂൾസും ടെക്നിക്കും പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള ടെക്നിക്കുകൾ മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ടെക്നിക്സ് ഇതൊക്കെയാണ്: അഫർമേഷൻ, വിഷ്വലൈസേഷൻ, വിഷൻ ബോർഡ്, ഗോൾ കാർഡ്, ഗോൾ ചാർട്ട്, ജേർണലിംഗ്, മെഡിറ്റേഷൻ എന്നിങ്ങനെ പോകുന്നു. അങ്ങനെ ഒരുപാട് ടെക്നിക്സ് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബ് വീഡിയോ ആയിട്ട് മറ്റു പലരുടെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് റിസൾട്ട് ഉണ്ടാകുന്നതാണ്. നമുക്ക് ഒരു മെത്തേഡ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് അഫർമേഷൻസ്, അല്ലെങ്കിൽ അഫർമേഷൻസോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ ടെക്നിക്കൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് മാറ്റം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ആരും ഉപയോഗിക്കാത്ത ഒരു സ്ഥലം, അപ്പോൾ ആ സ്ഥലത്ത് ഒരുപാട് പുല്ലുകൾ ഉണ്ടായിരിക്കും, താഴെ നിറച്ച് പുല്ലായിരിക്കും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ആ വഴിയിലൂടെ നടക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ നടക്കാൻ പോകുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ വഴിയിലൂടെ, എന്നും നടക്കുന്ന വഴിയിലൂടെ നമ്മൾ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥിരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നടക്കുന്ന സ്ഥലത്തെ പുല്ലൊക്കെ പോകും. കുറച്ച് നാൾ കഴിയുമ്പോൾ അവിടെ ഒരു വഴി ഉണ്ടായിരിക്കും. അപ്പോൾ കാടായി കിടന്ന ഒരു സ്ഥലം നമ്മൾ സ്ഥിരം അത് ഉപയോഗിച്ചു, സ്ഥിരം അതിൽ നടന്നു പോയി. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് പോകാനായിട്ട് നല്ലൊരു വഴി അവിടെ ഉണ്ടായി. ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ കുറേ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ടേംസുകളൊക്കെ ഉണ്ട്. ന്യൂറോൺസ്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ടേംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലാകാൻ വേണ്ടി, ഒരു ചെറിയ കുട്ടിയാണെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ടെക്നിക്കൽ വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. കാരണം അതൊക്കെ ഉപയോഗിക്കുമ്പോൾ അയ്യോ ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ചിലപ്പോൾ അത് കാണില്ലായിരിക്കും, ചിലപ്പോൾ ചെയ്ത് നോക്കാൻ തോന്നില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വാക്കുകളും നമ്മളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ന്യൂറോൺസോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വഴിയുടെ എക്സാമ്പിൾ പറഞ്ഞത്. സ്ഥിരമായിട്ട് നടക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു വഴി ഉണ്ടാകുന്നു. അതുപോലെ നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തി, നമ്മളുടെ ഒരു ഉള്ളിൽ കിടക്കുന്ന ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്താണ്, ഞാൻ അത്ര പോരാ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, എൻ്റെ വിധി ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇതാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ അഫർമേഷൻസ് പറയാൻ പോവുകയാണ്. അതായത് എൻ്റെ കോൺഫിഡൻസ്, നമുക്ക് പറയാവുന്ന അഫർമേഷൻ എന്ന് പറയുന്നത് ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണെന്നാണ് അഫർമേഷൻ പറയേണ്ടത്. അതായത് നമ്മൾ അഫർമേഷൻ പറയുന്നത് ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്, ഐ ആം കോൺഫിഡൻറ്റ്, ഇതാണ് നമ്മൾ അഫർമേഷൻ പറയേണ്ടത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും നാൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ഇരുന്ന നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഐ ആം കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഓരോ പ്രാവശ്യവും എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, എനിക്ക് ഇതുവരെയും കോൺഫിഡൻസ് ഇല്ലല്ലോ, പിന്നെ ഞാൻ ഈ പറയുന്നത് തെറ്റല്ലേ, ഓരോ പ്രാവശ്യം പറയുമ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ലല്ലോ, ഞാനിത് നുണയല്ലേ പറയുന്നതെന്നായിരിക്കും നിങ്ങൾക്ക് മനസ്സിൽ വരുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ചെടുക്കുക, നമ്മളുടെ ലൈഫിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആ ഒരു സംഭവം അത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊണ്ടുവന്നതാണ്. അങ്ങനെ പ്രോഗ്രാം ചെയ്ത് കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തി നമ്മളെ ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് നമ്മളെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാക്കി മാറ്റാനും പറ്റില്ലേ? കാരണം നമ്മുടെ ചുറ്റുപാടും എത്രത്തോളം കോൺഫിഡൻസ് ഉള്ള വ്യക്തികളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആകാൻ പറ്റില്ല. അതൊരു നിസ്സാര കാര്യമല്ലേ? അപ്പോൾ അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആ ഒരു ശ്രദ്ധ അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു ടെക്നിക്കാണ് അഫർമേഷൻ. അതായത് നമുക്ക് അതിലോട്ടാണ് എത്തേണ്ടത്, അപ്പം നമ്മൾ അതാണ് പറയേണ്ടത്. ഇപ്പോൾ കാടുള്ളൊരു സ്ഥലം, അതിൻ്റെ അപ്പുറത്താണ് നമുക്ക് പോകേണ്ട ഒരു സ്ഥലം ഉള്ളത്. അപ്പോൾ എളുപ്പത്തിൽ പോകാൻ അങ്ങനെ ഒരു വഴിയില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പോവാതിരുന്നാൽ നമ്മൾ ഒരുപാട് വളഞ്ഞൊക്കെ പോകേണ്ടി വരും. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും പോയി അവിടെ ഒരു വഴി ക്രിയേറ്റ് ചെയ്തെടുത്തതുപോലെ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ ആദ്യം പറയാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, എനിക്ക് കോൺഫിഡൻസ് ഇല്ല, ഇതൊരിക്കലും എൻ്റെ ലൈഫിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമല്ല, എനിക്ക് നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയായി മാറുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്, എൻ്റെ ലൈഫിൽ ഒരു മാറ്റം വരാൻ പോവുകയാണെന്ന്
നമ്മളൊരു കാര്യത്തിന് വേണ്ടി തയ്യാറായി കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, പഠിപ്പിക്കുക. അപ്പോൾ ആദ്യം പറയുമ്പോൾ ഓരോ ദിവസവും എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, അതും ഒരു അഫർമേഷനാണ്. അഫർമേഷനെ കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടാണ് അഫർമേഷൻസ് പറയേണ്ടത്, എങ്ങനെയാണ് അഫർമേഷൻസ് പറയേണ്ടത്, എങ്ങനെയാണ് അഫർമേഷൻസ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അഫർമേഷൻസ് ഉണ്ടാക്കുക. എൻ്റെ വീഡിയോ തന്നെ കാണണം എന്നില്ല, അതിനേക്കാളും മനോഹരമായിട്ട് ഒരുപാട് പേര് അഫർമേഷൻസ് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെയാണ് പറയേണ്ടതെന്നൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ അത് കണ്ടിട്ട് അത് മനസ്സിലാക്കിയിട്ട് വേണം അഫർമേഷൻസ് പറയാനായിട്ട്. അപ്പോൾ ഈ അഫർമേഷൻസ് നമ്മൾ എല്ലാ ദിവസവും പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ അവസാനം ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറും. ഇനി വെറുതെ അഫർമേഷൻ പറഞ്ഞ് ഇരിക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ അഫർമേഷൻസ് പറയുന്നു, അതിനനുസരിച്ച് നമ്മളുടെ കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, കോൺഫിഡൻസ് ഉള്ള വ്യക്തികൾ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ അഫർമേഷൻസ് പറയുമ്പോൾ നമുക്ക് മാറ്റം വരും. ഈ അഫർമേഷൻസ് പറയാനായിട്ട് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും രാവിലെ എഴുന്നേൽക്കുന്ന സമയമാണ്. കാരണം ആ സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. ആൽഫ സ്റ്റേജിലായിരിക്കും ബ്രെയിൻ വേവ്സ് മെഷർ ചെയ്യണമെങ്കിൽ. അപ്പോൾ അഫർമേഷൻസ് പറയാൻ ഏറ്റവും നല്ല സമയം അതാണ്. അല്ലാത്ത സമയമാണെങ്കിൽ നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്താണ് നിങ്ങൾ അഫർമേഷൻസ് പറയേണ്ടത്. ഇനി ഓഡിറ്ററി ആയിട്ടുള്ള വ്യക്തികൾക്ക്, അതായത് പറയാനും കേൾക്കാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക്, ശബ്ദം ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കാണ് ഈ അഫർമേഷൻസ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി അതല്ല, കാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളുണ്ട്, വിഷ്വൽ പേഴ്സൺസ്. അവർക്കാണെങ്കിൽ വിഷ്വലൈസേഷൻ ആയിരിക്കും നല്ലത്. അതായത് നമ്മൾ നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുന്നതും, ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അത് നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. അതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ സെപ്പറേറ്റ് ഒരുപാട് വീഡിയോസ് ഉണ്ട്, നിങ്ങളത് കണ്ടാൽ മതി, അത് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അതാണ് വിഷ്വലൈസേഷൻ. ഇനി വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കും. ഉദാഹരണം എനിക്ക് ഈ വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പകരം ചെയ്തിട്ടുണ്ടായിരുന്നത് വിഷൻ ബോർഡായിരുന്നു. നമ്മൾക്ക് എന്തൊക്കെയാണോ ലൈഫിൽ ആഗ്രഹമുള്ളത് അതിൻ്റെയൊക്കെ ഒരു പിക്ചർ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പിക്ചർ എടുത്തിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് ഫോട്ടോഷോപ്പ് ചെയ്തിട്ടോ ഉണ്ടാക്കുന്നതാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇനി ചില ആളുകൾക്ക് എഴുതാനായിരിക്കും ഇഷ്ടം. അപ്പോൾ എഴുതാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഒരു പേനയും പേപ്പറൊക്കെ എടുത്തിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, എങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹം, അതൊക്കെ നിങ്ങൾ എഴുതുക. ഗോൾ റൈറ്റിംഗ്. ഇനി നിങ്ങളുടെ ഒരു ഗോൾ ചാർട്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ലൈഫിലെ എല്ലാ ഏരിയയും എഴുതി വെക്കുക. എന്നിട്ട് അതിൽ ഓരോ ഏരിയയിലും നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ആകാനാണ് ആഗ്രഹം, ഒരു ചാർട്ട് പോലെ നിങ്ങൾ ഉണ്ടാക്കുക. അതാണ് ഗോൾ ചാർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്ക് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് ഓൾറെഡി പല വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനത്തെ ടൂൾസ് ആൻഡ് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്, നമ്മളെ വിജയിക്കാൻ സമ്മതിക്കാത്തത്, ഇപ്പം ഞാൻ കോൺഫിഡൻസിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ചിലർക്ക് മണി ബ്ലോക്ക് ഉണ്ടായിരിക്കും. അതായത് നല്ല ബുദ്ധി ഉണ്ടായിരിക്കും, നല്ല ജോലി ഉണ്ടായിരിക്കും, പൈസ എല്ലാ മാസം വരുന്നുണ്ടായിരിക്കും. പക്ഷെ ഇവരുടെ അടുത്ത് പൈസ വരുന്നതിനേക്കാൾ സ്പീഡിൽ പൈസ തീർന്നു പോകും. അവരുടെ ആവശ്യത്തിന് ഒരിക്കലും പൈസ ഉണ്ടായിരിക്കില്ല. അതൊരു മണി ബ്ലോക്കാണ്. അത് മണിയെക്കുറിച്ചിട്ടുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. ഇനി ചില ആളുകളെ കണ്ടിട്ടുണ്ടോ, എവിടെ ചെന്നാലും ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും അട്രാക്ട് ചെയ്യുന്നത്. അവരുടെ ഉള്ളിൽ കിടക്കുന്ന പാറ്റേൺ അങ്ങനത്തെ ആയതുകൊണ്ടാണ് അവർ അത് അട്രാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികൾ ഒട്ടും സെൽഫ് ലവ് ഇല്ലാത്ത വ്യക്തികളായിരിക്കും. ഇത് നമ്മുടെ ലൈഫിൽ കരിയർ, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, അങ്ങനെ എല്ലാ ഏരിയയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ ചില ആളുകൾക്ക് ഒരുപാട് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവരുടെ അസുഖം മാറുന്നുണ്ടായിരിക്കില്ല. അതായത് ഡോക്ടറിൻ്റെ അടുത്ത് പോകണ്ടെന്നല്ല കേട്ടോ അതിൻ്റെ അടുത്ത്. ഇപ്പം എൻ്റെ അടുത്ത് വരുന്നവരാണെങ്കിൽ ഞാൻ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് പറയാറുള്ളത്. മെഡിസിൻ കണ്ടിന്യൂ ചെയ്തിട്ട് അവരുടെ തോട്ട് പാറ്റേണിൽ എന്തൊക്കെ ലിമിറ്റിംഗ് ബിലീഫ് ഉണ്ട്, ആ തോട്ട് പാറ്റേണിലുള്ള കറക്ഷൻ, മൈൻഡിലുള്ള ബ്ലോക്കുകൾ, ഇതൊക്കെയാണ് നമ്മളും ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ നമുക്ക് ശരിക്കും അസുഖം വരാനായിട്ടുള്ളൊരു റീസൺ നമ്മളുടെ അകത്ത് തന്നെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ചിന്താരീതിയിലോ ഒരു പാറ്റേൺസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, ഒരു പാറ്റേൺസ് ആയിട്ടോ ഉണ്ടായിരിക്കും. അതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്ത് തുടങ്ങും. ചില ആളുകൾ എത്ര മെഡിസിൻ കഴിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ശരീരത്തിൽ അത് പ്രവർത്തിക്കൂല. കാരണം അവരുടെ ഉള്ളിൽ ഈ ഒരു സംഭവം കിടക്കുകയല്ലേ. ഒരു മനസ്സിലാവാനായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് എപ്പോഴും ഭയങ്കര തലവേദന.
ഈ തലവേദനയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങൾ, ചില മോശമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ റിപ്പീറ്റായിട്ട് ചിന്തിച്ച് അയ്യോ അതങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ, എക്സാമിന് ഞാൻ പാസ്സാവോ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കും, ഒരു അൺസർട്ടിനിറ്റി ഒക്കെയാണ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് ചിന്തിച്ചാണ് അവർക്ക് ചിലപ്പോൾ തലവേദന വരുന്നത്. അപ്പോൾ ഈ തലവേദന വരുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ മെഡിസിൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ തൽക്കാലത്തേക്ക് മാറും. പക്ഷേ ഇവരുടെ ചിന്ത പിന്നെയും ഇരുന്ന്, അത് മാറിയാലും പിന്നെയും ഇരുന്ന് ചിന്തിക്കുകയാണല്ലോ. ചിന്തിക്കുമ്പോൾ വീണ്ടും തലവേദന വരും, ഡോക്ടറിൻ്റെ അടുത്ത് എല്ലാം മെഡിസിൻ കഴിക്കും. ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്നിട്ട് പറയും അയ്യോ എൻ്റെ തലവേദന ഇത് പണ്ട് മുതലേ ഉള്ളതാ, ഇത് മാറില്ല എന്ന് ഇവരങ്ങ് തീരുമാനിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെഡിസിൻ ഡോക്ടറുടെ അടുത്ത് കഴിക്കാൻ പറയും. പക്ഷെ അതിൻ്റെ ഒപ്പം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, അതിന് പകരം നമുക്ക് ഇങ്ങനെ ചിന്തിക്കാമല്ലോ, അപ്പം അതിന് ആ കാര്യം ശരിയാവാൻ നമുക്ക് ഇന്ന ആക്ഷൻസ് എടുക്കാമല്ലോ, അതിനൊരു സൊല്യൂഷൻ, അതിൻ്റെ ഈ ചിന്തകളുടെ അല്ലെങ്കിൽ തലവേദനയുടെ റൂട്ട് കോസ് എന്താണ്, അങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണ്, അതിനൊരു സൊല്യൂഷൻ, അത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു തോട്ട് പാറ്റേൺ ഇല്ലാണ്ടാവും. ആ തോട്ട് പാറ്റേൺ ഇല്ലാണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തലവേദന ഉണ്ടാവില്ല. അപ്പോഴാണ് നമുക്ക് പെർമനൻ്റ് ആയിട്ട് അതിൽ നിന്നൊരു, അതുപോലെ തന്നെയാണ് നമ്മളുടെ മറ്റ് അസുഖങ്ങളും. അപ്പോൾ ഇത് നമ്മളുടെ ലൈഫിൽ എല്ലാ ഏരിയനെയും ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഉപയോഗിക്കാൻ പറ്റും. അത് ഒരാൾ ഉപയോഗിച്ച മെത്തേഡ് തന്നെ ആവണം എന്നില്ല മറ്റൊരാൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ചില ആളുകൾ എന്താണ് വിഷ്വൽ പേഴ്സൺ ആയിരിക്കും, ചിലർ ഓഡിറ്ററി ആയിരിക്കും, ചിലർ കിനസ്തെറ്റിക് ആയിരിക്കും. ഓരോ വ്യക്തിക്കും അനുസരിച്ചിട്ടുള്ള ടൂൾസും ടെക്നിക്കും ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെ ടൂൾസ് ആൻഡ് ടെക്നിക്ക് എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇത് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണ്, നമുക്ക് ലൈഫിൽ നമ്മളുടെ ഇപ്പോൾ ഒരു ജോലി, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയല്ല, അല്ലെങ്കിൽ നമ്മൾ ജോലിയിൽ നമ്മൾ സക്സസ്ഫുൾ ആകുന്നില്ല, എന്തൊക്കെ ചെയ്തിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിലോട്ട് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് തന്നെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു നമുക്ക് മെൻ്റലി നമ്മൾ പറയില്ല, മെൻ്റലി ഞാനൊരു സ്റ്റക്കായ പോലെയാണ് തോന്നുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കഴിവുകളുണ്ട് പക്ഷെ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ചില ആളുകൾക്ക് മണി ബ്ലോക്ക് ആയിരിക്കും, ചിലർക്ക് എപ്പോഴും എവിടെ ചെന്നാലും റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കും, ചിലർക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരിക്കും. അതായത് ലൈഫിൽ നമുക്കൊരു അൺസർട്ടിനിറ്റി നമുക്ക് വരും. നമുക്ക് തന്നെ മനസ്സിലാകും ഈ പാറ്റേൺസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് എപ്പോഴും ഭയങ്കര അമിതമായിട്ടൊരു പേടിയുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇത് ഈ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിക്ക് പകരം വേറൊരു വ്യക്തി എൻ്റെ ലൈഫിൽ വരുന്നു, ആ സെയിം അനുഭവങ്ങളാണ് എനിക്ക് കിട്ടുന്നത്. ഈ സാഹചര്യങ്ങൾ മാറി മാറി വന്നാലും അത് നമ്മളുടെ ലൈഫിൽ ആ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും, റിപ്പീറ്റ് ചെയ്യുന്ന ചില സാധനങ്ങൾ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ സ്റ്റക്കാണ്, നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മുടെ ലൈഫിൽ നമ്മുടെ ചില കാര്യങ്ങളിൽ നമ്മൾ ഓക്കെ അല്ല, അതായത് എനിക്ക് കഴിവുണ്ട് പക്ഷെ എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇതുപോലെ നിങ്ങളുടെ ലൈഫ് എടുക്കാം, ഞാൻ കരിയറിൽ എവിടെ എത്തി നിൽക്കുന്നു, എൻ്റെ ജോലിയിൽ ഞാൻ സക്സസ്ഫുൾ ആണോ, എനിക്ക് ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും പഠിച്ചിട്ടും എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ്, ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഇഷ്യൂസ്, വെൽത്ത് ഇഷ്യൂസ് വരുന്നു, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നു. നിങ്ങൾ ലൈഫിൽ എല്ലാ ഏരിയയും എടുത്ത് നോക്കുക, ഏതിലൊക്കെ ഞാൻ സക്സസ്ഫുൾ ആണ്, ഏതിലൊക്കെ ഫെയിലിയർ ആണ്. ഇനി ഫെയിലിയർ ആയത് എന്തുകൊണ്ട് ഞാൻ ഫെയിലിയർ ആയി, ഈ ഒരു തോട്ട് പാറ്റേൺ അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് എപ്പോഴാണ് എനിക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്റ്റോറി എന്താണ്, എവിടെയാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്, എൻ്റെ റൂട്ട് കോസ് ഇതാണ് എന്നൊക്കെ നിങ്ങൾക്ക് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിനനുസരിച്ചിട്ടുള്ള, അതായത് നമുക്കിപ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സൊല്യൂഷനാണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് നമുക്കൊരു ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എന്താണ്, നമുക്ക് കംപ്ലീറ്റ് നല്ലൊരു ആരോഗ്യമുള്ളൊരു ശരീരമാണ് വേണ്ടത്, പെർഫെക്റ്റ് ഹെൽത്താണ് വേണ്ടത്. അപ്പോൾ എന്താണ് നമ്മുടെ ഇഷ്യൂ, അതിന് പകരം എന്താണ് വേണ്ടത് എന്താണെന്നുള്ളതിൽ ഫോക്കസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള അഫർമേഷൻസ്, അതിന് വേണ്ടിയിട്ടുള്ള വിഷ്വലൈസേഷൻ, നിങ്ങൾ എങ്ങനത്തെ പേഴ്സൺ ആണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ടൂളും ടെക്നിക്കുകളും നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്കിത് സ്വയം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള കേസിലാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ലൈഫ് കോച്ചിനെയോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനത്തെ പ്രശ്നവുമായിട്ട് നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ ആദ്യമൊക്കെ നമ്മളുടെ അടുത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയില്ല, ചില കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കും.
അപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റോറി സത്യസന്ധമായിട്ട് പറയുക. പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പാറ്റേണും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റൂട്ട് കോസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങളെന്നുള്ളൊരു വ്യക്തി എന്താണ്, അതിനുള്ള കറക്റ്റായിട്ടുള്ള മെത്തേഡുകളൊക്കെ തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ നല്ല സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റും. മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനായിട്ടൊക്കെ പറ്റും. എല്ലാ ഏരിയയിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാ ഏരിയയിലും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധിച്ച് വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്തു തരാൻ പറ്റില്ല. കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതിനെ നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അതുകൊണ്ട് എൻ്റെ ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, എനിക്കൊരു മാറ്റം വേണം, അതിനു വേണ്ടി ഞാനൊരു 100% കമ്മിറ്റഡ് ആണ്, ഞാൻ അതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്, സ്വയം ആഗ്രഹിച്ചിട്ട് ചെയ്യുന്നവർക്കാണ് ഇതിൽ റിസൾട്ട് ഉണ്ടാകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഞാൻ എല്ലാത്തിനെയും റിപ്ലൈ ചെയ്യും. ഇനി സ്വന്തമായിട്ട് നിങ്ങൾക്കിത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും എൻ്റെ സർവീസ്, കൺസൾട്ടേഷൻ അല്ലെങ്കിൽ കോച്ചിങ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു ബുക്ക് ഞാൻ എഴുതിയതാണ്. ഈ ബുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഈ ഒരു കവർ പേജ് ആയിരിക്കില്ല. ഇത് ഞാൻ എഴുതിയ സമയത്ത് ഈ ഒരു കവർ പേജ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാനത് മാറ്റി ഒരു വൈറ്റ് കളറിൽ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ട് കൊടുത്തേക്കാം. ഈ ബുക്ക് വാങ്ങിച്ചിട്ട് ചെയ്യാനായിട്ട്, അതായത് ഈ ബുക്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസ് ഉണ്ട്. എന്താണ് നമ്മളുടെ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ്, കോൺഷ്യസ് മൈൻഡ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ മെൻ്റൽ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യേണ്ടത്, നമ്മളുടെ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, നമ്മൾക്ക് യൂസ് ചെയ്യാവുന്ന ടൂൾസ് ആൻഡ് ടെക്നിക്ക് എന്തൊക്കെയാണ്. ഈ ബുക്ക് മലയാളത്തിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇതെൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ വേറെ കുറച്ച് ബുക്ക് എഴുതിയിട്ടുണ്ട്, അതെല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പോൾ അമ്മയ്ക്ക് വായിക്കണം എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഒരു ബുക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എഴുതിയതാണ് ഈ ഒരു ബുക്ക്. ഇത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നുമല്ല നമ്മൾ എഴുതി, നമുക്ക് നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാവുന്ന, പെട്ടെന്ന് വായിച്ചെടുക്കാവുന്ന, ഇതിലങ്ങനെ ഒരുപാട് പേജസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഇതൊരു ആകെ 49 പേജേ ഉള്ളൂ ഇതിൽ. അപ്പോൾ വളരെ കുറച്ച് പേജുള്ളൂ, അതായത് ഈസി ആയിട്ട് വായിച്ച് തീർക്കാനും പിന്നെ ടെക്നിക്കുകളൊക്കെ ഭയങ്കര ഷോർട്ടായിട്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അതായത് പെട്ടെന്ന് വായിച്ച് നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ബുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ബുക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ഈ ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടോ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ ഈ ബുക്ക് വാങ്ങിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.